അദ്ധ്യായം 7 ഉപദേശകൻ. ക്ഷമയുടെ ആദ്യ പാഠമായ ആത്മസംയമനം നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. രണ്ടുപേരുടെ വഴക്ക് തീർക്കുകയും ക്ഷമയുടെ പാഠം പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകൻ, മാതാപിതാക്കൾ മാത്രമല്ല, മറ്റു പലതരത്തിൽ ഉപദേശം കൊടുക്കുന്നവർ എല്ലാവർക്കും ക്ഷമ ഉപദേശിക്കുവാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ഉപദേശകരിൽ പലർക്കും 0.5% പോലും ക്ഷമ ഉണ്ടായിരിക്കുകയില്ല. പലരും മറ്റുള്ളവരുടെ വേദന ശ്രദ്ധിച്ചുകേട്ട് അതിൽ ലയിച്ചു ചേർന്നുകൊണ്ട് സംസാരിക്കുന്നത് വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ഉദാഹരണത്തിന്, വിവാഹം കഴിഞ്ഞ് 2 വർഷമായ ഒരു പെൺകുട്ടി മനസ്സുടഞ്ഞ് നെഞ്ചുടഞ്ഞ് ഒരു പിടിവള്ളിക്കുവേണ്ടി ഒരാളുടെ ഉപദേശം തേടിപ്പോയി. ഭർത്താവ് വിവാഹത്തിനു മുൻപേ മദ്യപാനിയും ചീത്ത കൂട്ടുകെട്ടുകളിൽ കൂത്താടി നിൽക്കുന്നവനുമായിരുന്നു. വിവാഹത്തിനു ശേഷവും അവന്റെ ദുസ്വഭാവങ്ങളിൽ നിന്നും വിരമിക്കുവാൻ അവൻ പരിശ്രമിച്ചില്ല. വിവാഹം കഴിഞ്ഞതുമുതൽ ഭാര്യ എത്ര ഉപദേശിച്ചിട്ടും അവൻ ശരിയായില്ല. അവൾ വളരെയധികം സ്നേഹിച്ചു, പ്രയോജനമുണ്ടായില്ല. അങ്ങനെയാണ് ഒരിറ്റ് ആശ്വാസം തേടി അവൾ ഉപദേശകന്റെ അടുത്തുപോയത്. വിവാഹത്തിനു മുമ്പ് അവന് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് സ്നേഹം കിട്ടിയില്ല. ഇപ്പോൾ നിന്നിൽ നിന്നും സ്നേഹം കിട്ടുന്നില്ല. അതാണവൻ മാനസാന്തരപ്പെടുത്താത്തത് എന്ന് അദ്ദേഹം എഴുതിയ വിധി അവൾക്ക് പിടിച്ചു നിൽക്കുവാനായില്ല. ഒരു നൂൽപ്പാലം പോലെ നിന്നിരുന്ന അവളുടെ മനഃശക്തിയെല്ലാം ചോർന്ന് കൂടുതൽ തളർന്നു. അവൾ നിരാശയിൽ മുങ്ങി. ആ നൂൽപ്പാലം പൊട്ടി. ആ കുട്ടി ആത്മഹത്യയ്ക്ക് ഇരയായി എന്നേക്കുമായി വിട പറഞ്ഞു. ഇത്തരം വിഡ്ഢിത്തരങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഒരു ആശ്വാസത്തിനു വേണ്ടി കൊതിച്ച് ഒരു പിടിവള്ളി ലഭിക്കുവാൻ ദാഹിച്ചു വരുന്നവരുടെ മനസ്സുടച്ച് തകർക്കരുത്. ഇത്തരം കഥകൾ കേൾക്കാതിരിക്കുവാൻ ഉപദേശകർ വളരെ ശ്രദ്ധാപൂർവം ഈ വേദി കൈകാര്യം ചെയ്യണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇത് ഒരു കൽപ്പനയല്ല, യാചന മാത്രമാണ്. മനുഷ്യരിൽ നിന്നും ഉപദേശം തേടുന്നതിനു മുൻപ് നമ്മുടെ വിഷമതകൾ ദൈവത്തിന് തുറന്നു കാണിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് നമുക്ക് പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയായിരിക്കും. ദൈവം ഒരു വഴി പറഞ്ഞു തരാതിരിക്കുകയില്ല. ഹൃദയം തുറന്നുള്ള ഈ പ്രാർത്ഥന വഴി ദൈവത്തോട് നമ്മൾ അടുക്കുകയും മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുകയും ചെയ്യും.